നമസ്കാരം. നമ്മൾ ഇന്ന് ചെടികൾക്കുള്ള ഒരു അടിപൊളി ടോണിക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ചെടികൾ ആർത്തി പിടിച്ച് വളരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് കടല പിണ്ണാക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് എത്ര അളവാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എത്ര ചെടികളുണ്ടോ, നമുക്ക് എത്ര പച്ചക്കറി തൈകളാണ് ഉള്ളത് അതനുസരിച്ച് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് നിശ്ചയിക്കാം. പിന്നെ അതിന് ശേഷം ഇടേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വലിയ പാത്രത്തിലോ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ 2 ദിവസം ഇങ്ങനെ വെച്ചേക്കുക. 2 ദിവസം കഴിഞ്ഞ് നല്ലതുപോലെ പുളിക്കണം. പുളിച്ച് നന്നായിട്ട് ഇത് പെരുവി പുളിച്ച് കിട്ടണം. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ചാണകമാണ്. ചാണകം പച്ച ചാണകമാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ പച്ചയല്ല ഉണങ്ങിയല്ല, ആ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു പരുവമാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചാണകം ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത്, നേരത്തെ പറഞ്ഞ പോലെ പച്ച ചാണകം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പശുക്കളെയൊക്കെ വളർത്തൽ വളരെ കുറവായതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ചാണകമാണ് കിട്ടിയത്. ഞാൻ ഒരിടത്ത് പോയി കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ചാണകം നമ്മൾ വെള്ളം ഒഴിക്കുക. നമ്മൾ നേരത്തെ ചാക്കിൽ നിന്ന് എടുത്ത ആ ചാണകം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കുക. പച്ച ചാണകമാണെങ്കിൽ നമ്മൾ ഒരുപാട് കൈയൊന്നും വെച്ച് ഇതേപോലെ കലക്കേണ്ടതായിട്ട് വരത്തില്ല. കമ്പ് വെച്ചൊന്ന് കലക്കുമ്പോഴേ ശരിയാവും. ഇതിപ്പോൾ കുറച്ചൊന്ന് ഉണങ്ങിയതായതുകൊണ്ട് നന്നായിട്ട് കട്ടയെല്ലാം ഉടച്ച് നല്ലതുപോലെ വെള്ളത്തിൻ്റെ ആ ഒരു പരുവത്തിൽ കുറുകുറാന്നുള്ള ഒരു ലെവലിൽ നമുക്ക് കിട്ടണം. ഈ ഒരു ദോശയുടെ മാവൊക്കെ ഇല്ലേ, ആ ഒരു ലെവലിൽ നമുക്ക് ഈ ഒരു ചാണകത്തിന് നല്ലതുപോലെ ഒന്ന് കുറുകുറ ആക്കി എടുക്കണം. ഇനി നമുക്ക് നേരത്തെ വെച്ച കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും കോന്നോന്ന് നമുക്കൊന്ന് നോക്കാം. കോന്നിട്ടില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റ് ആവും. അപ്പോൾ ഈ പാത്രം ഒന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിനി 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നോക്കാം. 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ കടലപ്പിണ്ണാക്ക് ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മൾ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു ദിവസം ആയപ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് നിറഞ്ഞ് താഴേക്കൊക്കെ വീഴാൻ തുടങ്ങി. അങ്ങനെ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ലതായിട്ട് ആയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കുറുകുറാന്ന് നല്ല ഒരു ചെറിയ സ്മെല്ല്, പുളിപ്പിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. നിങ്ങൾ അത് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ കടലപ്പിണ്ണാക്കിനെ എടുക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചാണകം കലക്കിയ വെള്ളം അതും 2 ദിവസമായിട്ട് ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ പിണ്ണാക്കുകൾ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് കലക്കി യോജിപ്പിച്ച് വയ്ക്കുക. നല്ലതുപോലെ നമ്മളെ കൈയിട്ടൊന്ന് കലക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല കമ്പെടുത്ത് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിച്ച് വയ്ക്കാവുന്നതാണ്. എങ്ങനെയായാലും ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ആവണം. നമ്മുടെ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാണക വെള്ളം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒരു കമ്പെടുത്ത് തന്നെ നല്ലൊരു കമ്പെടുത്ത് തന്നെ നന്നായിട്ടൊന്ന് കറക്കി, നമ്മളെ കൈ എത്തിയില്ലെങ്കിൽ കമ്പെടുത്ത് തന്നെ നന്നായിട്ട് കറക്കി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് വയ്ക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ചാനൽ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇത് ഒരു പ്ലാസ്റ്റിക് കവറ് കൊണ്ട് നന്നായിട്ടൊന്ന് മൂടി കെട്ടി വയ്ക്കാം. ഇതേപോലെ ഒരു കവറ് കൊണ്ട് മൂടിയതിന് ശേഷം വള്ളിയോ റബ്ബർ ഒക്കെ പിടിച്ചിട്ട് നന്നായിട്ട് വായു കടക്കാത്ത രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂടിക്കെട്ടി വെക്കാം. ഇനി ഇത് ഇരിക്കേണ്ടത് ഒരാഴ്ചയാണ്. ഒരാഴ്ച നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടി വെയിലേൽക്കാതെ തണലുള്ള ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് വയ്ക്കണം. നമ്മൾ നിർമ്മിക്കുന്ന എല്ലാ വളക്കൂട്ടുകളും നന്നായിട്ട് പുളിപ്പിച്ചതിന് ശേഷം പച്ചക്കറിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇരട്ടി വിളവാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്. അപ്പോൾ എല്ലാ കർഷകരും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ പുളിപ്പിച്ച വളം എപ്പോഴും പച്ചക്കറിക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ വളം ശരിയായിട്ടുണ്ട്.
ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ വളം ഏത് രീതിയിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഒന്നിന് പകരം 2 റബ്ബറൊക്കെ നേരത്തെ പിടിച്ചിട്ടായിരുന്നു വായു കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ തുറന്നപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ വളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് പുളിച്ച് 3 സാധനങ്ങളും കൂടി നന്നായിട്ട് പുളിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അത് ഒന്ന് ഇളക്കിയെടുക്കുക. നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ 4 ഇരട്ടി വെള്ളവും ചേർത്ത് നമുക്കിത് ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് നല്ല കട്ടിയായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു വളം തയ്യാറാക്കുന്നത് ആ പാത്രത്തിൻ്റെ 4 ഇരട്ടി വെള്ളവും ചേർത്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടികളെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇലകളിൽ തളിക്കേണ്ട കാര്യമില്ല, നമുക്ക് അതിൻ്റെ മൂട്ടിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വളം ഈ ഒരു പാത്രത്തിൽ തന്നെ സൂക്ഷിക്കാം. അതല്ല എങ്കിൽ ഇതുപോലെ മറ്റൊരു ബക്കറ്റിലേക്ക് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് സൂക്ഷിക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബക്കറ്റിലേക്ക് ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു 2 പാത്രം വെള്ളം കൂടെ ഇതിനകത്ത് ഈ ബക്കറ്റിനകത്ത് കൊള്ളത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ ഇത് തയ്യാറാക്കി സൂക്ഷിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു പാത്രം വെള്ളം ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതേപോലെ ഒരു പാത്രം വെള്ളം കൂടെ മാത്രമേ ആ ഒരു ബക്കറ്റിനകത്ത് കൊള്ളത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ ഞാൻ ഇതിനെ 2 ഇരട്ടി വെള്ളവും ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് സൂക്ഷിക്കും. എന്നിട്ട് ചെടികൾക്ക് ഒഴിക്കാൻ നേരം നമ്മൾ കപ്പിൽ കോരുമ്പോൾ പിന്നെ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കുന്നത്, ഈ വളക്കൂട്ട് നിർമ്മിക്കുന്നത്, അതിൻ്റെ 4 ഇരട്ടി വെള്ളവും ചേർത്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് തളിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് 2 ഇരട്ടി വെള്ളം ചേർത്തതാണ്. ഇത് എൻ്റെ ബക്കറ്റിനകത്ത് ഇത്രയേ കൊള്ളത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം വെള്ളവും ചേർത്ത് ചെടിക്ക് ഉപയോഗിക്കുക. ഇപ്പം ഞാൻ ഈ പാത്രം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതിൽ 1 കപ്പ് വളക്കൂട്ടെടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കോരി എടുക്കുന്ന, നമ്മളെപ്പോൾ എടുക്കുമ്പോഴും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കണം. അപ്പം ഞാൻ 1 കപ്പ് എടുത്ത് ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ 4 ഇരട്ടി വെള്ളമായി. ഞാൻ 2 ഇരട്ടി വെള്ളം കൊണ്ട് നേരത്തെ ബക്കറ്റിൽ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ 1 കപ്പ് എടുത്തപ്പോൾ 2 കപ്പ് വെള്ളം കൂടെ വീഴ്ത്തിയത്. നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് അതിൻ്റെ 4 ഇരട്ടി വെള്ളവും ചേർത്ത് തന്നെ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം, ചെടികൾക്ക് തളിക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതേപോലെ പച്ചക്കറി ചെടികളുടെ മൂട്ടിലേക്ക് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. 2 3 കപ്പൊന്നും ഒഴിച്ചെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. ഇതേപോലെ തൈകളാണെങ്കിൽ നമുക്കിത് മൂടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 4 ഭാഗവും നന്നായിട്ടൊന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം ചുവട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത്ര 1 കപ്പ് ശകലം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മണ്ണിട്ടൊന്ന് മൂടിക്കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ തൈകളിലെല്ലാം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ പീച്ചിങ്ങയുടെ തൈകളാണ് ഈ നിൽക്കുന്നതൊക്കെ. അപ്പോൾ അതിലെല്ലാം ഞാൻ ആ ഒരു രീതിയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതല്ല നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ 4 സൈഡിലേക്കും ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഈ ചെടി ഇട്ടേക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്, 4 സൈഡിലേക്കൊന്ന്. ഞാൻ എല്ലാ തൈകളും നടുന്നത് ചതുരാകൃതിയിൽ ആണ്. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് നടുന്നത് ആ രീതിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രോ ബാഗിൽ നട്ട എൻ്റെ ബീട്രൂട്ടാണ്. കായ്കളൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിലുള്ള വിളവ് ഉണ്ടാകാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങളും ഈ ഒരു വളക്കൂട്ട് തയ്യാറാക്കണം. നല്ല ഒരു വളക്കൂട്ടാണ് ഇത്. നല്ല രീതിയിൽ നമ്മളെ ചെടികൾ നല്ല ഗ്രോത്തോടു കൂടി വളരാനായിട്ട് ഈ ഒരു വളക്കൂട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു വളക്കൂട്ട് തയ്യാറാക്കി നിങ്ങളെ ചെടികൾക്ക് ഉപയോഗിക്കണം. നല്ല ഒരു വളർച്ചയ്ക്ക് നല്ലതായിട്ട് സഹായിക്കുന്ന ഒരു വളക്കൂട്ടാണത്. തീർച്ചയായിട്ടും നിങ്ങളിത് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കണം. നമ്മുടെ വീട്ടിലെ ചെടികൾക്കും നമുക്കിത് തളിച്ചു കൊടുക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.